ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളായില്ല ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഫെബ്രുവരിയിൽ അങ്ങനെയാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഫോർ ദ പാസ്റ്റ് 3-4 months ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോ കേട്ടോ. ഷോർട്സ് എനിക്ക് പരമാവധി പറ്റുന്ന പോലെ ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദ റീസൺ ഇസ് ബിക്കോസ് ദ വെർ ലൈക്ക് സോ മെനി തിങ്സ് ഹാപ്പനിങ് ഇൻ ലൈഫ് റീസെന്റ്. കുറേ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. Like so many things happen which we never expected. അപ്പം അതുകൊണ്ടൊക്കെ കൂടി തന്നെ ഐ വാണ്ടഡ് ടു ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്ക് തിരിയുന്നില്ല. എനിവേസ്, ഇന്നത്തെ വീഡിയോ ഇസ് ബേസിക്കലി ഒരു കുട്ടി സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു 2-3 മാസമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഞാൻ അങ്ങനെ പ്രൊഡക്ട്സ് മാറ്റില്ല. പക്ഷെ ഇടയ്ക്ക് ഒരു നമുക്ക് എല്ലാവർക്കും വരില്ല ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസും ഇതൊക്കെ കാണുമ്പോൾ പിന്നെ കുറേ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഇത് കൊള്ളാലോ, ഇത് മേടിച്ച് ട്രൈ ചെയ്താലോ എന്നൊക്കെ തോന്നില്ലേ. അങ്ങനെ മേടിച്ച് ട്രൈ ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അല്ലെങ്കിൽ കുറച്ചെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മേടിക്കൽ കുറവാണ്. കാരണം ഇവിടെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒന്നും ഇവിടെ കിട്ടലില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ഓൾ ദ പ്രൊഡക്ട്സ് ലൈക്ക് സൂപ്പർ എക്സ്പെൻസീവ്. അപ്പൊ ഞാൻ മിക്കതും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ബൾക്കായിട്ടെല്ലാം മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരലാണ് ചെയ്യില്ല കേട്ടോ. That is more feasible for me. So this video is basically a genuine review on all these products and how it worked for me, what didn't work and what actually worked for me. So നമുക്ക് ആദ്യം തന്നെ സ്കിൻ കെയർ വെച്ച് തുടങ്ങാം. മേക്കപ്പ് വിൽ ഗോ ടു എൻഡ്. ഓക്കെ, സോ ടു സ്റ്റാർട്ട് വിത്ത് ക്ലെൻസേഴ്സ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചത് സെറ്റഫിലിന്റെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു കുപ്പി. പിന്നെ സിമ്പിളിനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സെറാവയുടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞാൻ സെറാവ മേടിച്ചിട്ടില്ല. ഈ 2 മേടിച്ചത്. സോ കമ്മിങ് ടു ദിസ് ക്ലെൻസേഴ്സ്, എനിക്ക് ഈ 3 എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. സെറ്റഫില്, സിമ്പിൾ, സെറാവെ. സെറ്റഫിൽ എനിക്ക് ആക്ച്വലി ഡോക്ടർ റെക്കമെൻഡ് ചെയ്തായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ ഫുള്ള് ഇറിറ്റേഷൻ ആയിട്ട് ആ സമയത്ത് ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ തന്നാ കേട്ടോ സെറ്റഫിലിന്റെ. അപ്പൊ തൊട്ട് ഐ ഹാവ് ബീൻ എ ബിഗ് ഫാൻ ഓഫ് ദിസ് സെറ്റഫിൽ ക്ലെൻസർ. പിന്നെ സിമ്പിളും സെറാവയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസ് ഒക്കെ കണ്ടിട്ടാണ് മേടിച്ചത്. പക്ഷെ മേടിച്ചപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആട്ടോ. ഇറ്റ്സ് ബിക്കോസ് ഓൾ ദീസ് 3 ക്ലെൻസർ, സെറ്റഫിൽ ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും സെറാവ ആണെങ്കിലും, ഓൾ ദീസ് ആർ ലൈക്ക് വെരി ജെന്റിൽ ഓൺ യുവർ സ്കിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാലത്തൊക്കെ എണീക്കുമ്പോൾ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ യു ക്യാൻ ജസ്റ്റ് വാഷ് ആൻഡ് ലിവ്. പക്ഷെ നമ്മള് പുറത്തുനിന്നൊക്കെ വരില്ലേ ഇപ്പോ നല്ല ഡേർട്ടായിട്ട്, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ലൈക്ക് ടു മച്ച് മേക്കപ്പ് പുട്ട് ഓൺ, അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ 2-3 വട്ടം ക്ലെൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് വെരി ജെന്റിൽ. അപ്പൊ എല്ലാ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും എല്ലാതും കളയണമെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ഇസ് മസ്റ്റ്. അതിന്റെ ഒപ്പം വേണം ഒന്നും കൂടിയും ശരിക്കും നല്ലോണം ക്ലെൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ സെറ്റഫിലിനെ ഞാൻ ഇപ്പോൾ മേടിച്ചത് ഇസ് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിൻ ക്ലെൻസർ. അപ്പൊ കമ്മിങ് ടു ക്ലെൻസേഴ്സ്, ഇറ്റ്സ് ഓൾവേസ് നൈസ് ടു ബൈ ഓൾ ദിസ് കൈൻഡ് ഓഫ് ജെന്റിൽ ക്ലെൻസേഴ്സ് റാദർ ദാൻ ഭയങ്കര ഫോമിംഗ് ആയിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്ന ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ഇതുപോലത്തെ ജെന്റിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. സോ യുവർ സ്കിൻ ഫീൽസ് എ ലിറ്റിൽ മോയ്സ്ചറൈസ്ഡ് ആഫ്റ്റർ യൂസിങ് ഓൾ ദിസ്. അപ്പം ഇതാണ് ക്ലെൻസേഴ്സ് പാർട്ട്. സെറ്റഫിൽ, സെറാവെ, സിമ്പിൾ, ഈ 3 ക്ലെൻസേഴ്സ്. കമ്മിങ് ടു മോയ്സ്ചറൈസർ, ഞാനൊരു 4-5 മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതില് മോയ്സ്ചറൈസേഴ്സും ഉണ്ട്, ആക്ച്വലി നൈറ്റ് ക്രീമും ഉണ്ട് കേട്ടോ. സോ നോ കമ്മിങ് ടു ദ മോയ്സ്ചറൈസർ, മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് ദ സിമ്പിൾ നൗ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ ഗോ ടു മോയ്സ്ചറൈസർ. സിമ്പിളും എനിക്കിഷ്ടമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറാവയുടെ എനിക്കിഷ്ടമാണ്, സെറ്റഫിലിനും എനിക്കിഷ്ടമാണ്. ഇപ്പൊ സെറ്റഫിലും സെറാവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗോ ഫോർ സിമ്പിൾ. സിമ്പിളിന്റെ ഈ മോയ്സ്ചറൈസർ നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആട്ടോ. ഇറ്റ്സ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് അങ്ങനെ ഇരുന്നോളും. പിന്നെ ഞാൻ ഈ ഡോക്ടർ ഷീറ്റ്സിന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ദിസ് ഈസ് ലൈക്ക് ഗുഡ് മോയ്സ്ചറൈസർ. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയ പോലെ തോന്നുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് ദിസ് ഈസ് മൈ ഓൾ ഇൻ വൺ ഐറ്റം. ഇത് ദേഗയുടെ മോയ്സ്ചറൈസർ അല്ല, ഇവരുടെ അലോവേറ ജെൽ ആട്ടോ. പക്ഷെ ഐ എം സോ മച്ച് ഇൻ ലവ് വിത്ത് ദിസ് പ്രൊഡക്റ്റ് ദാറ്റ് ഐ ഓൾസോ യൂസ് ഇറ്റ് ആസ് എ മോയ്സ്ചറൈസർ. ഇറ്റ് വർക്ക്സ് ആസ് എ ഗ്രേറ്റ് മോയ്സ്ചറൈസർ ആക്ച്വലി. ഇത് രാത്രി എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്കിന്നിൽ പരട്ടുമ്പോൾ കാലത്ത് എനിക്കുമ്പോൾ സ്കിന്ന് നല്ല സപ്പിളായിട്ട് തോന്നും. അപ്പോൾ ഐ യൂസ് ഇറ്റ് ആസ് മൈ ഓവർനൈറ്റ് മാസ്ക്. ദ സെക്കൻഡ് വൺ ഐ യൂസ് ടു ആഡ് ദിസ് ഇൻ മൈ ഫേസ് മാസ്കും എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്ന് ഇറിറ്റേറ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല കാമായി പോലെ തോന്നുന്നുണ്ടോ. സോ ദിസ് ഈസ് ലൈക്ക് മൈ ഗോ ടു. കണ്ടതിപ്പോ ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഈ 2 മാസത്തോണ്ട് ഞാൻ ഇത്രയ്ക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഞാൻ ആക്ച്വലി 2-3 ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇത് ഞാൻ 2-3 മേടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ടു ഗുഡ്. നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അയ്യോ പൈസ പോയിന്ന് തോന്നില്ല എന്തായാലും. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. സോ ദ നെക്സ്റ്റ് വൺ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസ് ഒക്കെ നോക്കി അങ്ങനെ കണ്ട് മേടിച്ച സംഭവം കേട്ടോ. സോ
this is from Venora Organics. This is their Rejuvenita Gold Cream. Overnight cream ആണ്. ഇവരിങ്ങനെ ഈ ക്രീമിന് ഓരോ ഏജ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ മേടിച്ചത് 23 to 31 ഇയേഴ്സിന്റെ ഏജ് ഗ്രൂപ്പിലത്തെ ക്രീം ആട്ടോ. ദിസ് ആക്ച്വലി സ്മെൽസ് ലൈക്ക് ടു ഗുഡ്. നല്ല മണമാണ് ഇതിന്റെ. ഇത്രത്തോളം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് ഫോർ ദ പാസ്റ്റ് 2 months. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് രാത്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ രേഖയുടെ പറഞ്ഞില്ലേ, കാലത്ത് എണീക്കുമ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കുന്നു. ഇതും ദിസ് ഗിവ്സ് ദ സെയിം കൈൻഡ് ഓഫ് റിസൾട്ട്. കാലത്ത് എണീക്കുമ്പോൾ ഫേസ് നല്ല സോഫ്റ്റ് ആയ പോലെ തോന്നുന്നുണ്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതങ്ങനെ ഭയങ്കര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോട്ടിലൊന്നല്ല, എന്നാലും യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ഗിവ് ദിസ് എ ട്രൈ. ഓക്കെ, ഇനി അടുത്തത് ഫ്രം ഹൈഫൻ. ഇത് ആക്ച്വലി ഞാൻ ഇപ്പോൾ മേടിച്ചല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വട്ടം ആക്ച്വലി നാട്ടിൽ പോയപ്പോൾ മേടിച്ചത്. ആ സമയത്ത് ഞാൻ ഹൈഫന്റെ ഒരു കോംബോ പോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മോയ്സ്ചറൈസറും ലിപ് ബാമും സൺസ്ക്രീനും സെറം എല്ലാം കൂടി വന്നത് കേട്ടോ. അപ്പൊ ഈ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ എടുത്തപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പെട്ടുപോയതാണ്. ഇത് ആക്ച്വലി കുഴപ്പമില്ല, നല്ലതാണ്. ഇടുമ്പോൾ ഒരു മോയ്സ്ചറൈസേഷൻ ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ദിസ് ഡസൻ ലാസ്റ്റ് ലൈക്ക് ടു ലോങ്. പെട്ടെന്ന് സ്കിന്ന് ബാക്ക് ടു ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് ലൈക്ക് എൻ ഓക്കെ പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു മീ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫേസ് മാത്രം മോയ്സ്ചറൈസ് ചെയ്താൽ പോരല്ലോ, നമ്മൾ ബോഡി മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ഥിരം ഈ വാസ്ലിന്റെ ഗ്ലൂട്ട റേഞ്ചിൽ വരുന്ന മോയ്സ്ചറൈസർ തന്നെയാട്ടോ യൂസ് ചെയ്യല്. ദിസ് ഇസ് ലൈക്ക് സൂപ്പർ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ ഇങ്ങനെ ബോഡി ഐ ഹാവൻ യൂസ് എനി അതർ മോയ്സ്ചറൈസർ. ഞാൻ നോർമലി ഇത് തന്നെയാണ് യൂസ് ചെയ്യല്. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യല് അത് സ്കിൻ കെയറിൽ പെടുത്താൻ പറ്റും. ഞാൻ ഒലീവ് ഓയിൽ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുപ്പിയിൽ ഒലീവ് ഓയിൽ കിട്ടും. അത് അവിടെ പോയിരിക്കും. എനിക്ക് എടുക്കാൻ മടിയാണ്. ഞാൻ വേറെ വല്ല റീൽസിൽ അങ്ങനെ കാണിക്കാട്ടോ. അത് കിച്ചണിലാണ് ഇരിക്കുന്നത്. സോ ഐ നോർമലി യൂസ് ദാറ്റ് ഒലീവ് ഓയിൽ. അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെയാട്ടോ സ്ഥിരം യൂസ് ചെയ്യല്. ദിസ് ഇസ് ലൈക്ക് ടു ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, സോ ദിസ് ഇസ് ഫ്രം ദ മോയ്സ്ചറൈസർ സൈഡ്. അടുത്തത് സൺസ്ക്രീൻ ഞാൻ ബേസിക്കലി 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. 3 അല്ല 4 എണ്ണം, 1 കൂടി ഉണ്ട്. ഒരു മിനിറ്റ് കിട്ടിപ്പോയി ഗൈസ്. സോ സൺസ്ക്രീൻ ഈ 4 എണ്ണം ആട്ടോ ഉള്ളത്. സോ ഇതില് 2 എണ്ണം സ്റ്റിക്കാണ്, 2 എണ്ണം ക്രീമാണ്. ദ ഫസ്റ്റ് വൺ ഇസ് ഫ്രം വെനോറ ഓർഗാനിക്സ്. ദിസ് ഇസ് ദ സൺസ്ക്രീൻ. ഇതിപ്പോ ഞാൻ നാട്ടിൽ പോയി മേടിച്ചാട്ടോ. ഏകദേശം ഒരു 2 മാസമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി സൺസ്ക്രീൻ ആട്ടോ. ഇതിലങ്ങനെ കുറ്റങ്ങളൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സൺസ്ക്രീൻ ആണ്. ഈ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഭയങ്കര ഈസിലി ഗ്ലൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്മെല്ല് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ നല്ല സ്മൂത്ത് ഫിനിഷ് ആണ്. ദിസ് ആക്ച്വലി സെർവ്സ് ഓൾ ദ ബെനിഫിറ്റ്സ് ദാറ്റ് വി എക്സ്പെക്ട് ഫ്രം എ സൺസ്ക്രീൻ. ദിസ് ഇസ് SPF 50+, PA++++ with 5 UVA and UVB protection. Okay, so ഇത് ആക്ച്വലി ഐ തിങ്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി ഇൻ മൈ പേഴ്സണൽ ലിസ്റ്റ് ഫോർ എവർ. ഞാൻ നോർമലി എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റില്ല, ഞാൻ സ്ഥിരം യൂസ് ചെയ്യാൻ നോക്കലുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ത്യയും നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും ഇത് മേടിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ആക്ച്വലി ലൈക്ക് ദ ടെക്സ്ചർ ആൻഡ് ഹൗ മൈ സ്കിൻ ഫീൽസ് വെൻ ഐ അപ്ലൈ ദിസ് ഓൺ മൈ സ്കിൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പിന്നെ മേടിക്കുന്നല്ല. ചന്ദ്രൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ട്രൈ ദിസ് ഔട്ട്. ഓക്കെ, നല്ലതാ. അത് കഴിഞ്ഞിട്ട് ഇത് UV ഡോഗ്സ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തതാണ്. ഇത് ഇസ് മൈ ഓൾഡ്, പണ്ടൊട്ടിട്ടേ ഉള്ളത് കേട്ടോ. വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇതിപ്പോ കണ്ട, ഇത് ഇപ്പൊ യൂസ് ചെയ്ത് അടുപ്പിലായിട്ട് ഇരിക്കുന്നു. ഇതും എനിക്ക് ആക്ച്വലി പണ്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്ന കേട്ടോ. ദിസ് ഇസ് SPF 50 PA+++. ഓക്കെ, ഇതിന്റെ ഇപ്പൊ പുതിയത് ഇറക്കിയിട്ടുണ്ട്. അവര് പുതിയതാണോ പഴയതാണോ എന്നൊന്നും എനിക്കറിയില്ല. അമ്മ ഇപ്പൊ എന്റെ അടുത്ത് റീസെന്റ് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇതുപോലെ സ്കിന്നിൽ നല്ല ടാനിങ് ഒക്കെ വന്നിട്ട് ഡോക്ടർ കാണിച്ചപ്പം ഈ UV ഡോഗ്സിന്റെ തന്നെ UV ഡോഗ്സ് ഗോൾഡ് എന്ന് പറഞ്ഞ സൺസ്ക്രീൻ ഉണ്ട്. ഇറ്റ് ഇസ് ലൈക്ക് ക്വൈറ്റ് എക്സ്പെൻസീവ്, പക്ഷെ ഭയങ്കര നല്ല അടിപൊളി സംഭവമാണ്. അപ്പൊ അമ്മ യൂസ് ചെയ്തിട്ട് അമ്മ പറഞ്ഞു നല്ലതാണ്. അപ്പൊ നാട്ടിൽ പോകുമ്പോൾ ഇനി അത് ട്രൈ ചെയ്യണം. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ 2 എണ്ണമാണ് മേജർലി യൂസ് ചെയ്യില്ല കേട്ടോ. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഞാൻ നോർമലി ഇത് അപ്ലൈ ചെയ്തിട്ടാണ് പോവുക. Now coming to the sunscreen stick, ഞാൻ ഈ 2 എണ്ണമാണ് യൂസ് ചെയ്യല്. ഇതിപ്പോ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യല് ഇതില് സൂപ്പർ ഗ്രൂപ്പിന്റെ ഗ്ലോ സ്റ്റിക്ക് ആണ് കേട്ടോ. ഇത് എന്താ ഇടുന്നത് വെച്ചാൽ നോർമലി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഈ ഹൈലൈറ്റർ സംഭവങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ലൈക്ക് സൂപ്പർ മോയ്സ്ചറൈസിങ്. ഒരു നല്ലൊരു ഗ്ലോ കിട്ടും സ്കിന്നിന്. അപ്പം
അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യല്. പക്ഷെ ദിസ് ഇസ് ലൈക്ക് വെരി എക്സ്പെൻസീവ്. ഐ തിങ്ക് ഇറ്റ് ഈസ് അറൌണ്ട് ലൈക്ക് 2500 ഓർ സംതിങ്. ഞാൻ കറക്റ്റ് കോസ്റ്റ് നോക്കിയിട്ട് താഴെ കൊടുക്കാം കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആണിത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തു പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന കേട്ടോ. എസ്പെഷ്യലി വെൻ ഐ ഗോ ഫോർ സം ട്രിപ്പ് ഓർ ടൂറൊക്കെ പോകുമ്പോൾ നല്ലൊരു ഗ്ലോയി ഫിനിഷ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന കേട്ടോ ഇത്. പിന്നെ യൂസ് ചെയ്യുന്നത് ദിസ് വൺ ഫ്രം ഡെർമാക്കോ. ഇതങ്ങനെ കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പോൾ മേടിച്ച കേട്ടോ. കണ്ടോ, ആ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ 1-2 വട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് പ്രൊഡക്റ്റ്. പക്ഷെ അങ്ങനെ ഒരു ജെനുവിൻ റിവ്യൂ തരാനുള്ള സമയം അയച്ചില്ല, കാരണം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. മിക്കതും ഞാൻ ഈ സൂപ്പർ ഗ്രൂപ്പ് കഴിഞ്ഞാവും ഇത് യൂസ് ചെയ്യുക. അപ്പം so if you want to go for a budget one, maybe you can go for this. പക്ഷെ ഒരു ഭയങ്കര ഗ്ലോയി ഫിനിഷ്, ഒരു ഡ്യൂയി ലുക്ക് ഒക്കെ കിട്ടണമെങ്കിൽ, നല്ലൊരു പാർട്ടിക്ക് ഇതിനൊക്കെ പോവാണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു റീഅപ്ലൈ യുവർ സൺസ്ക്രീൻ, ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് സംഭവമാട്ടോ. ഞാൻ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ചാണത്. പക്ഷെ മേടിച്ചു കഴിഞ്ഞാൽ വി ഫീൽ ഇറ്റ് ഈസ് 100% വർത്ത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സോ ഈ 4 നമ്മുടെ സൺസ്ക്രീൻസ്. ഓക്കെ, അടുത്തത് ഇസ് ദ പ്രൈമേഴ്സ്. സോ ടു ബി ഹോണസ്റ്റ്, ഞാൻ അങ്ങനെ പ്രൈമേഴ്സ് ഒന്നും യൂസ് ചെയ്യലില്ല. എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോർമലി എന്താ ചെയ്യുക, ഫേസ് വാഷ് യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും, പിന്നെ അതിൻ്റെ മീതെ വല്ല BB ക്രീമും തേക്കും, കണ്ണെഴുതും, പൊട്ടേക്കും, ലിപ്സ്റ്റിക് ഇട്ട് പോവും. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യല്. പിന്നെ ഇപ്പം ഈ കുറേ കുത്തും കോമും പാടൊക്കെ കണ്ടുകൊണ്ട് ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ല തോന്നി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കുറേ നോക്കിയിട്ട് മേടിച്ചാട്ടോ. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഫ്രം പ്രോഷ് ബ്യൂട്ടി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഫ്രം ഇത് രണ്ടും നല്ലതാട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കുത്തും കോമിയും പാടും അല്ലാതും പോയതൊക്കെ കാണാണ്ടാവുന്ന ഒന്ന് മിനിമൈസ് ചെയ്ത് നമ്മൾ ഇതിന്റെ മീതെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷൻ എല്ലാം സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ഓൾ ദിസ് തിങ്സ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഒന്ന് മേടിച്ചു കേട്ടോ. എനിക്കിതിനെ പറ്റി സത്യം പറഞ്ഞാൽ ഭയങ്കര ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയില്ല, കാരണം ഐ എം ഓൾസോ യൂസിങ് ദീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ പാസ്റ്റ് 2 months ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ റെയിനി ഡേനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഐ ലവ് ദിസ് പ്രോഷ് ബ്യൂട്ടി one. Okay, so if you want to go for a good primer, then you can definitely go for this. ഇത് രണ്ടും it is both on a budget note. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ is actually an under eye cream. This is from an Instagram brand called Allure Elixir. ഇത് ഞാൻ ഇപ്പോൾ റീസെന്റ് മേടിച്ച കേട്ടോ. ഇതും ആക്ച്വലി ഞാൻ കുറെ ഇൻസ്റ്റഗ്രാമിലത്തെ റീൽസും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ്. ആക്ച്വലി ഞാൻ 2 സംഭവം കൂടി മേടിച്ചിട്ടുണ്ടായി. ഇതിന്റെ ഒപ്പം ഐ ആക്ച്വലി ബോട്ട് 2 ഫേസ് മാസ്ക് ഓൾസോ. പക്ഷെ അതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് വന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ പറയാൻ നല്ലതെന്ന് എനിക്ക് തോന്നി. ഇത് ഞാൻ ഡെയിലി രാത്രി പറഞ്ഞതാണ് കേട്ടോ. സോ ഇതിനു മുമ്പ് ഞാൻ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യല് ഫ്രം കീൽസ്. അതിന്റെ നല്ലൊരു അണ്ടർ ഐ ക്രീമാണ്. പക്ഷെ നമ്മൾ ഈ അണ്ടർ ഐ ക്രീം പരട്ടിയാൽ മാത്രം പോരെ, അതിനനുസരിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങും, നമ്മുടെ കാര്യങ്ങൾ നോക്കും വേണ്ടേ. സോ എനിക്ക് ബേസിക്കലി ഇപ്പൊ പിന്നെയും അണ്ടർ ഐ ഡാർക്ക്നെസ് കുറയാണ് ചെയ്തത്. ഞാൻ പണ്ട് ഇവയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, കാരണം ഉറക്കമൊക്കെ കണക്കായിരുന്നു. കാരണം ഞാൻ ഒരു 3 മണിക്കൊക്കെ ഉറങ്ങിയിട്ട്, പുലർച്ചെ 3 മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ കാലത്ത് 6 മണിക്കൊക്കെ എണീറ്റ് പിന്നെയും ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 5 മണി ആയി കഴിഞ്ഞാൽ ലോഗൗട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലാപ്ടോപ്പും തുറന്നിരിക്കലൊന്നുമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസും അല്ലാതെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് പ്രൊഡക്റ്റ് ഫോർ ദാറ്റ്. ഇതിന്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനെയാണ് വരാം. ആപ്ലിക്കേഷൻ നല്ല എളുപ്പമാണ്. അത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പ്രൊഡക്റ്റ് വരും, ഉണ്ടോ, ഇങ്ങനെ വരും. നല്ലതാണ്. ഞാൻ രാത്രി എപ്പോഴും ഇപ്പോൾ ഇതാട്ടോ യൂസ് ചെയ്യല്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മസാജ് ചെയ്യും കുറച്ചു നേരം. അത് കഴിഞ്ഞ് ഇങ്ങനെ കിടന്നുറങ്ങി. അത് മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖം, ഇങ്ങനെ മസാജ് ചെയ്ത് കിടന്നുറങ്ങും. സോ ദിസ് ഇസ് ദ അണ്ടർ ഐ ക്രീം ദാറ്റ് ഐ എം കറന്റ്ലി യൂസിങ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ അണ്ടർ ആം റോൾ ഓൺ. എൻ്റെയൊക്കെ 2 ഉണ്ട് ഇപ്പോൾ. ഒരെണ്ണം ഈ കാർമസിയുടെ അണ്ടർ ആം റോൾ ഓൺ. ഇത് ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ റീൽസ് ഒക്കെ കണ്ടിട്ടൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. ഇത് എൻ്റെ സ്ഥിരം കുറ്റിയാണ്. ദിസ് ഈസ് ഫ്രം കെമിസ്റ്റിക് പ്ലേ. ഇത് നല്ല അടിപൊളി സംഭവമാട്ടോ. ഇത് ആക്ച്വലി ഞാൻ ആദ്യത്തെ സ്കിൻ കെയർ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നല്ലൊരു അണ്ടർ ആം കെയർ റുട്ടീൻ പറഞ്ഞുതരും, അല്ലെങ്കിൽ നല്ലൊരു അണ്ടർ ആം റോൾ ഓൺ പറഞ്ഞുതരും എന്നൊക്കെ. സോ ഇഫ് ഐ എം ടു സേ എനിത്തിങ് എവർ, ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് ഓൺലി. കാരണം ഇത് ഞാൻ ട്രൈ ചെയ്തതില് ദിസ് വൺ ഇസ് ദ ബെസ്റ്റ്. ഇത് നമ്മുടെ അണ്ടർ ആം ഡാർക്ക്നെസ് കുറയ്ക്കാനും ഓർഡർ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ കാർമസീഡിയം നല്ലതാണ്, പക്ഷെ ഇത് അണ്ടർ ആം ഓർഡർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതുപോലെ അത്ര എഫക്റ്റീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ലൈക്ക് കമ്പയർ ടു ദിസ് കെമിസ്റ്റിക് പ്ലേ, ഞാൻ എപ്പോഴും ഐ വുഡ് ഡെഫിനറ്റ്ലി സ്റ്റിക്ക് ഓൺ ടു ദിസ് കെമിസ്റ്റിക് പ്ലേ ഇറ്റ് സെൽഫ്. പിന്നെ ഈ കാർമസീഡ് ഞാൻ സ്മെല്ല് മേടിച്ചത് ഫ്ലോ
ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറഞ്ഞ സ്മെല്ലോട്ട് അവർക്ക് കുറെ അവൈലബിൾ ഉണ്ട്. ഞാൻ ഇതാണ് മേടിച്ചത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ ഗുഡ്, ബട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് ദ ലിപ് ബാം. സോ ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് ലിപ് ബാം ഫ്രം ദേഗ ഫോർ ഏജസ് നൗ. കുറെ കൊല്ലങ്ങളായിട്ട് ഇത് തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ യൂസ് ചെയ്ത് ഏകദേശം ഒക്കെ തീരാനായി. ഇത് തന്നെ എന്റെ എത്രാമത്തെയോ പർച്ചേസ് ആണ് കേട്ടോ. ഏകദേശം തീരാനായിട്ടുണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വട്ടം നാട്ടിൽ പോയപ്പോൾ ഐ അഗെയിൻ റീപർച്ചേസ് ദിസ്. ബട്ട് ഫോർ ദിസ് ടൈം ദേ ഹാവ് ചേഞ്ച് ദെയർ പാക്കേജിങ്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അവർ. സെയിം സംഭവം തന്നെ, രണ്ടും അവരുടെ ബീട്രൂട്ട് ലിപ് ബാം തന്നെ പാക്കേജിങ് മാറിയേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഇവർ ഏകദേശം ഒരു ലിപ്സ്റ്റിക് ഫോമാറ്റിലാക്കിയിട്ടുണ്ട്. ആൻഡ് യെസ് ദിസ് ഹാസ് ബിക്കം മോർ യൂസർ ഫ്രണ്ട്ലി നാവും. അപ്ലൈ ചെയ്യാനൊക്കെ നല്ല സുഖമായി. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ ദിസ് വൺ ഇസ് ദ ബെസ്റ്റ് ലിപ് ബാം ഐ ഹാവ് എവർ ട്രൈഡ്. കാരണം ഇത് 100% നാച്ചുറൽ ആണ്. അത് കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ലിപ്സ് ഭയങ്കര ക്രാക്ഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഡ്രൈ ലിപ്സ് ആണെങ്കിൽ ദെൻ ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ ഫോർ യു. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മോയ്സ്ചറൈസ് ആയ പോലെ നമുക്ക് തോന്നും. പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവുന്നില്ല. സോ ദിസ് ഈസ് മൈ ഗോ ടു നൗ. ഞാൻ ഇപ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നേക്കാൾ മുമ്പ് ഐ നോർമലി ഗോ ഫോർ ദിസ് ആൻഡ് ദെൻ ഐ അപ്ലൈ ദ ലിപ്സ്റ്റിക് ഓൺ ടോപ്പ് ഓഫ് ദിസ്. നല്ല അടിപൊളി സംഭവമാട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. വർത്ത് ആണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഓൾസോ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് റിലേറ്റഡ് ഞാൻ കുറേ ലിപ്സ്റ്റിക്സ് വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക്കിൻ്റെ ഞാൻ ഇനി ഓരോന്നായിട്ട് ഓരോ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അബൌട്ട് ദ ഷെയ്ഡ് ആൻഡ് ലൈക്ക് ഹൗ ഇറ്റ് സ്യൂട്ട് ഫോർ ദ ഇന്ത്യൻ സ്കിൻ ടോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷോർട്സ് ഇടാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം ലിപ്സ്റ്റിക്സ് കുറേ ഉണ്ട്. അപ്പം എല്ലാം കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെയും വലിയൊരു വീഡിയോ ആവും. അപ്പം നിങ്ങൾ ആരും കാണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്സ് ഓരോ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇസ് ദിസ് ഐലൈനർ ഫ്രം മെബ്ലിൻ. ഐലൈനർ ആൻഡ് മസ്കാര. ഐലൈനർ ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതേ യൂസ് ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ മെബ്ലിൻ അല്ലെങ്കിൽ ലാക്മേയുടെ ഐലൈനർ യൂസ് ചെയ്യല്. അപ്പം ഐലൈനർ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ എഴുത്തും അല്ലാതൊക്കെ പോയി ഗൈസ്. ഇതിപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ തൊട്ട് ഈ 2-3 മാസമായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല, എടുത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ദിസ് വൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ മസ്കാര ഞാൻ മെബ്ലിൻ്റെ തന്നെയാട്ടോ മേടിച്ചേക്കുന്നത്. ഞാൻ നോർമലി മസ്കാര അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല. ഞാൻ വല്ല ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഐ ആക്ച്വലി ലൈക്ക് വെയറിങ് ഇറ്റ്. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് റബ്ബ് ചെയ്യാൻ വേണ്ടി തോന്നും. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രാന്തത്തി പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടലില്ല. എന്നാലും വല്ല ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഇട്ടിട്ട് വെറുതെ ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നും. അപ്പം അങ്ങനെ അതിന് വേണ്ടി മാത്രം ഞാൻ മേടിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അല്ലാണ്ട് ഡെയിലി വെയർ ആയിട്ട് ഞാൻ മസ്കാര അധികം യൂസ് ചെയ്യില്ല. ഇറ്റ് ആക്ച്വലി ലുക്സ് ഗുഡ് ഓൺ ദ ഐസ്. പക്ഷെ എനിക്ക് റബ്ബിങ് സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. ഓക്കെ, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ മേടിച്ചിട്ടുള്ളത്? പൊട്ട് ഗൈസ്. ഐ ഹാവ് ബോട്ട് പൊട്ടില്ല പൊട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നോർമലി കുഞ്ഞു പൊട്ടില്ലേ, ഞാൻ നോർമലി ഐലൈനർ ഇട്ടിട്ട് തന്നെ വെക്കല്. എന്നാലും പൊട്ട് മേടിക്കുകയാണെങ്കിൽ ആ പൊട്ടിന്റെ സൈസിലെ കടയിലുള്ള ഏറ്റവും ചെറിയ പൊട്ട് മേടിച്ചിട്ടാണ് വെക്കല്. സോ പൊട്ട് മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ മേടിച്ചേക്കുന്നത്? ഐഷാഡോ. ദിസ് ഈസ് ഫ്രം എൽഫ്. ഞാൻ ഐഷാഡോസും അധികം യൂസ് ചെയ്യില്ല. ഇത് വെറുതെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ മേടിച്ച് വെക്കുന്ന കേട്ടോ. ദിസ് ഇസ് ആക്ച്വലി കുറച്ച് ഷിമ്മറി ആയിട്ടുള്ള ഐഷാഡോ ഷെയ്ഡ്സ് ആണ്. സോ ഇതിൽ ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബാക്കിയൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വെറുതെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ചു, അല്ലാണ്ട് അതൊന്നും യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ ദിസ് വൺ ഐ ഹാവ് ബോട്ട്. ദിസ് ഇസ് ഓൾസോ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദിസ് ഐബ്രോ പാലറ്റ് ഓൾസോ ഐ ഹാവ് ബോട്ട്. ഞാൻ നോർമലി മാൾസിന്റെ ആണ് യൂസ് ചെയ്യല്. ഇപ്പൊ ഞാൻ നൈക്കയുടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. നൈക്കയുടെ ഞാൻ പണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി വെറുതെ റീപർച്ചേസ് ചെയ്തത്. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കേട്ടോ. ഐദർ ദാറ്റ് മാൾസ് അതിൽ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും രണ്ടാണെങ്കിലും ഈ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഒരു പൊട്ടത്തരം ചെയ്തു ഗൈസ്. ഈ വട്ടം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ത്രെഡ് ചെയ്യാനൊന്നും പറ്റില്ല. സോ വി ഹാവ് ദിസ് ഫേസ് റേസർ റൈറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പണിയാൻ നോക്കിയതാണ്. ഇപ്പം എൻ്റെ ഇവിടുത്തെ ഒരു കഷ്ണം പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഐ ഹാവ് ബോട്ട് എ കാജൽ ഫ്രം റെനി. ഇതിപ്പോൾ അവരുടെ ഭയങ്കര വൈറലായിട്ടുള്ള ഇറ്റ് ഈസ് എ മിഡ് നൈറ്റ് ഗോൾഡ് പെൻസിൽ ഫ്രം റെനി. ഇതും ഞാൻ ഇതുപോലെ കുറേ റീൽസിലൊക്കെ കണ്ടിട്ട് മേടിച്ച കേട്ടോ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഇത്രയ്ക്ക് ആയിട്ടുണ്ട്.
ഷാർപ്പനർ ഉണ്ട്, യു ക്യാൻ ഷാർപ്പൻ ഇറ്റ് ആൻഡ് റീയൂസ് ഇറ്റ് അഗൈൻ. നല്ല അടിപൊളി സംഭവമാട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്. ഞാൻ ഇപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഒരു 1 strands ഇട്ടിട്ടുള്ളൂ. യു ക്യാൻ ആക്ച്വലി ബിൽഡ് ഓൺ ഇറ്റ് ആൻഡ് മേക്ക് യു ഐസ് ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുണ്ടോ ഇഫ് യു ഹാവ് ദ സ്കിൽസ്. എനിക്ക് അത്ര വലിയ സ്കില്ലൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഇടുന്നതന്നെ അറിയുള്ളൂ. ഞാൻ നോർമലി ഈ ഐലൈനർ മാത്രമേ ഇടലുള്ളൂ കേട്ടോ. ഞാൻ താഴെ കണ്ണ് എഴുതി കഴിഞ്ഞാൽ അമ്മയും മാറ്റിനൊക്കെ പറയാൻ എന്നെ കാണാൻ ഫിലോമിനയുടെ പോലെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ താഴെ കണ്ണ് എഴുതലില്ല. ഈ നോർമലി ടെൻ ടു വെയർ ഓൺലി ദ ഐലൈനർ. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മേടിച്ച് നോക്കിയതാണ്. മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് എവറി പെന്നി. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് കാജൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ഇപ്പൊ മേടിച്ചതിന് തൽക്കാലം ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത സംഭവങ്ങൾ. ഇനി യൂസ് ചെയ്യാത്ത കുറെ ഇവിടെ പൊട്ടിക്കാത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ദിസ് ഹൈഫന്റെ ഗോൾഡൻ അവർ ഗ്ലൂ സിറം. ഇത് ഞാൻ മേടിച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതും ഞാൻ ഇങ്ങനെ ഓരോ റീൽസ് ഒക്കെ കണ്ടിട്ട് മേടിച്ചാട്ടോ. നല്ലതാണെന്ന് കുറെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ മേടിച്ച് നോക്കിയതാണ്, യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തതിനെ പറ്റിയിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബൈ.